സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയാക്കിയപ്പോൾ മത്സരരംഗത്തുള്ളത് 890 സ്ഥാനാർത്ഥികളാണ്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കൊടുവള്ളിയിൽ, അവിടെ 13 പേരുണ്ട്. അപരന്മാരിൽ ചിലർ പിന്മാറിയതോടെ പ്രമുഖർക്ക് ഭീഷണിയായി ചിലർ തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സാരംഗ്, ഈ അപരന്മാരുടെ ശല്യം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും പല മണ്ഡലങ്ങളിലും അത് തുടരുന്നുമുണ്ട്. മഞ്ചേശ്വരത്തൊക്കെ ആകട്ടെ SDPI സ്ഥാനാർത്ഥി പിൻവലിച്ചത് UDFന് ആശ്വാസമാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത്, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും വലിയ വെല്ലുവിളി ഉയർത്തിയതായിരുന്നു വിമതരുടെയും ഒപ്പം തന്നെ അപരന്മാരുടെയും ശല്യം. അതിൽ ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം ഇപ്പോൾ മുന്നണികളിൽ ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലടക്കം ഈ അപരന്മാരുടെ ശല്യം ഒഴിവാക്കി കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം സെൻട്രലിലടക്കം CP ജോണിനെതിരെയുള്ള ഈ ഒരു അപരന്റെ അടക്കം നീക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രിക പിൻവലിച്ചിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മഞ്ചേശ്വരത്തും ഇപ്പോൾ അങ്ങനെയുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള അന്തിമ പട്ടിക വന്നപ്പോഴാണ് ഇപ്പോൾ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നത്. ഇനി 13 ദിവസം മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കാൻ. അതിൽ മണ്ഡലത്തിലേക്ക് മുഴുവനായി എത്തുക, അതിനൊപ്പം തന്നെ അപരന്മാരെയും വിമതന്മാരെയും അടക്കമുള്ളവരെ നേരിട്ടുകൊണ്ട് ചിലർ പിൻവലിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലർ ഇപ്പോഴും മത്സര രംഗത്തുണ്ട്. ചില മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ പ്രമുഖരെ വലിയ രീതിയിൽ വിമതരുടെ ശല്യമുണ്ട്. ഒന്നിൽ കവിഞ്ഞ വിമതന്മാരുള്ള മണ്ഡലങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ചെറിയ വോട്ടാണ് അവർ നേടുന്നതെങ്കിൽ പോലും അതിന്റെ അന്തിമ വിജയത്തിൽ ആ വോട്ട് ശതമാനം പോലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന കാര്യം തീർച്ചയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അടക്കം സജീവമായി ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ എല്ലാവരെയും ഈ ഒരു മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല എന്ന് ശ്രദ്ധേയമാണ്. ഇത്തവണത്തെ മത്സരചിത്രം എന്തുതന്നെയായാലും വ്യക്തമായിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായും ജനങ്ങളിലേക്ക് ഇറങ്ങുക, കൃത്യമായ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഒപ്പം തന്നെ വോട്ട് എത്രയും ജനങ്ങളുടെ വോട്ട് പെട്ടിയിലേക്കാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള രണ്ടാം ഘട്ട പ്രചാരണ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രമുഖ നേതാക്കന്മാരും മറ്റും കളത്തിലിറങ്ങുന്നത് ആരംഭിക്കും. ഒപ്പം തന്നെ അതിന് സമാന്തരമായി തന്നെ മറ്റ് പല വിവാദങ്ങളുമെല്ലാം അതിന് സമാന്തരമായി നടക്കുന്നുമുണ്ട്. ഡീലാരോപണത്തിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒപ്പം അതിന്റെ വിവാദങ്ങളും കൊഴുത്തു നിൽക്കുന്ന സമയമാണ്. എന്തുതന്നെയായാലും ഇത്തവണത്തെ ഇലക്ഷൻ അത് സമയക്കുറവ് കൊണ്ട് വലിയ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഈ ഒരു രാഷ്ട്രീയപരമായി അടക്കം വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് എത്രത്തോളം തുടക്കം കുറിക്കും. ഒപ്പം തന്നെ ഈ ഒരു ഭരണ തുടർച്ചയായിക്കോട്ടെ, ഭരണം അട്ടിമറി ആയിക്കോട്ടെ, താമര വിരിയുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം നൽകാൻ അധികം നാളുകളില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോൾ മുന്നണികളും സ്ഥാനാർത്ഥികളും മുഴുവനായും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ദിവസങ്ങളാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ചില വിമതരൊക്കെ തുടരുന്നുണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ ഭീഷണികൾ ഒഴിവാക്കാനുള്ള കഠിന ശ്രമം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.